ഹലോ നമസ്കാരം. നമ്മളൊരു ബ്രേക്കിന് ശേഷം നമ്മൾ പിന്നെയും DeFi റെൻഡറിൻ്റെ ട്യൂട്ടോറിയൽ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയ അപ്ഡേറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം എങ്ങനെ റെൻഡർ എടുക്കുക എന്നുള്ളൊരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു ബെഡ്റൂമാണ്. ഒരു ബെഡ്റൂമിൻ്റെ നമുക്ക് റെൻഡർ ഒന്ന് ഈ നമ്മൾ പഴയ വീഡിയോയിലൊക്കെ ഉള്ള പോലെ ക്വിക്ക് റെൻഡറിങ് സെറ്റപ്പ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന ഒരു സ്കെച്ചപ്പ് മോഡലാണ്, അതിൻ്റെ ബെഡ്റൂമിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് ടെറങ്ങിനൊക്കെ ഓണായി കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുക. ഇതാണ് മോഡൽ. നമുക്കൊരു 3 സ്ഥലത്ത് വിൻഡോ ഉണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം എപ്പോഴും പറയുന്ന പോലെ വിൻഡോൻ്റെയൊക്കെ മെറ്റീരിയൽ ഗ്ലാസ് ആയി കൊടുക്കുക. ഇതിപ്പോൾ സ്കെച്ചപ്പിൽ ഗ്ലാസ് മെറ്റീരിയലാണ്. നേരെ ആ സെറ്റ് എടുക്കുക, ഗ്ലാസ് എടുക്കുന്നു, നമുക്ക് നേരെ നോർമൽ ഗ്ലാസ് ഇടുക. ഓക്കെ, ഇതിനകത്തേക്ക് കയറാം. ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇരുട്ട് തന്നെയാണ്. ജസ്റ്റ് കർട്ടനൊക്കെ എടുത്തിട്ട് മെറ്റീരിയൽ ക്ലോത്ത് ആക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴി ഈ ഒരു സ്റ്റേജിൽ തന്നെ എപ്പോഴും ലൈറ്റിങ് സെറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഫ്രീ വെർഷനിലാണെങ്കിൽ ഞാനെങ്കിൽ കസ്റ്റമൊക്കെ ഇട്ടിട്ട് ഇൻറ്റൻസിറ്റിയൊക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ റൂമിലേക്ക് ലൈറ്റ് എത്തും. ഇടല്ലേ, ഇതാണ് അവസ്ഥ. ഞാൻ പ്രോ വെർഷൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രീസെറ്റ് എടുത്തിടാം ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് അതിലിട്ട് വർക്ക് ചെയ്യാമല്ലോ. ജസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് പ്രീസെറ്റിൽ ഒരെണ്ണെടുത്ത് ഇടുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇതല്ലെങ്കിൽ സെക്കൻഡ് ഇടാം, കുഴപ്പമില്ല, ഏതാണെങ്കിലും മതി. രണ്ടാമത്തെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതൊന്ന് വീണ് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഇതാണ് റീസെറ്റ്. ലൈറ്റ് ഞാൻ ഫുള്ളായി കൊടുക്കുകയാണ്. എന്നിട്ട് എഫക്റ്റിൽ പോയിട്ട് ബ്ലൂം അങ്ങ് 0 വേണ്ട എന്നുള്ള രീതിയിൽ കൊടുത്തു. ഓക്കെ, പിന്നെ സീലിംഗ് ലൈറ്റ് എടുക്കുന്നു, MSC ഓൺ ചെയ്യുക, ഇൻറ്റൻസിറ്റിയൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, തന്നെ എനിക്ക് ഇവിടെ ഒരു ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നേ ബാക്കിയുള്ള കാര്യങ്ങൾ. ഫ്ലോർ അസറ്റിക്ക് പോകുന്നു. സ്റ്റോൺ, എനിക്ക് പേൾ വൈറ്റ് മാർബിൾ ഉണ്ട് നമ്മുടെ DeFiയിൽ, അതെടുത്തിടാം. പേൾ വൈറ്റ്. ഓക്കെ, ഫ്ലോർ ഓക്കെ. പിന്നെ എൻ്റെ ക്ലോത്ത് എല്ലാം ക്ലോത്ത് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സെലക്ട് ചെയ്ത് ടെംപ്ലേറ്റ് മാറ്റി സെലക്ട് ചെയ്യുക, ടെംപ്ലേറ്റ് ക്ലോത്ത് ആക്കുക, റഫ്നെസ് കൂട്ടുക, മെറ്റാലിക് കൂട്ടി കൊടുക്കുക. കേട്ടോ, അപ്പോൾ ആ ഒരു തിളക്കം പോയി ക്ലോത്ത് മെറ്റീരിയലിലേക്ക് മാറി. സെയിം അവസ്ഥ എല്ലാത്തിനും അത് തന്നെ ചെയ്യുക. ക്ലോത്ത് ആക്കുക, റഫ്നെസ് കൂട്ടുക, മെറ്റാലിക് ഒരു 60-70 ഇടയിൽ നിർത്താം. റിപ്പീറ്റ് ആട്ടോ, ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ക്ലോത്തിനൊക്കെ ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അതിൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ കണ്ടുപിടിച്ചേക്കുന്നതാണ്. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ ക്ലോത്ത് ആക്കുക, റഫ്നെസ് കൂട്ടുക, ടാലിക്ക് ഒരു 60-70 നിർത്താം. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം ആയെന്ന് വിചാരിക്കണം അല്ലേ? യെസ്, ഇതും കൂടി ഉണ്ടോ? എല്ലായിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളിൽ നമുക്ക് ഈ വുഡ് ഉണ്ട്. വേണമെങ്കിൽ ഈ വുഡ് നമുക്ക് പ്രിസർവ് ചെയ്യാം. ഇത് സ്കെച്ചപ്പിൽ ഇട്ടിരിക്കുന്നതാണ്. നമുക്ക് ഇത് തന്നെ പ്രിസർവ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഇതിനൊന്ന് പക്ഷേ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ഈ വുഡിന്. ഇഷ്യൂ കണ്ടോ, എൻ്റെ ഒരു ഭംഗിയില്ലായ്മ. നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ ലോക്കൽ വുഡ് ഉണ്ട്, അടുത്തിടാം. ഒരു റെഡ് ടീക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടാവും. ഇപ്പോൾ എന്തായാലും റെഡ് ടീക്ക് എടുത്തിടാം. എന്നിട്ട് അതിൻ്റെ സ്ട്രെച്ച് കൂട്ടി കൊടുക്കാം. 2x2 എന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അവന് കുറച്ചുകൂടി കൂട്ടണമെങ്കിൽ കൂട്ടാം. കാരണം ഇവിടെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് അവസ്ഥ. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ ചെറിയൊരു ഇഷ്യൂ. ഇപ്പോൾ ട്രൈപ്ലാനർ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് ഇതിനങ്ങ് കുറച്ച് കൊടുത്താൽ ഒരു ഇത് ഈ പറയുന്ന 2x2 ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഓക്കെ. യെസ്, ദാറ്റ് ഈസ് ഫൈൻ. ഓക്കെ, കട്ടിലടക്കം എല്ലാം ആ ഒരു കളറിലേക്ക് വന്നു. കളർ മാറ്റണമെങ്കിൽ മാറ്റാം, ജസ്റ്റ് മാറ്റുന്നില്ല. ഇതിനെയും കൂടി ക്ലോത്ത് ആക്കാനുണ്ടല്ലേ. ക്ലോത്ത് കൂട്ടി കൊടുക്കുക ആ രീതിയിൽ. ഓക്കെ, ഇത് ടെക്സ്ചർ പെയിൻ്റ്. നമുക്ക് സാധനമുള്ളത് നമ്മൾ ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ ഗ്രീൻ സ്ക്രാച്ച് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട്. ഗ്രീൻ സ്ക്രാച്ച് വാൾ പെയിൻറ്റ്. സ്ക്രാച്ചും കൂടെ ഇട്ടേക്കാം അല്ലേ, ഗ്രീൻ സ്ക്രാച്ച്. യെസ്, ഇതൊരു പച്ച കളർ പെയിൻ്റ് ആട്ടോ. പക്ഷേ ഇത് ശരിക്കും ടെക്സ്ചർ പെയിൻറ്റിൻ്റെ ഒരു വകഭേദമാണ്. കണ്ടില്ലേ? ഇതിനെടുത്തിട്ട് നേരെ ബേസ് കളർ മാപ്പിൽ പോയി സാച്ചുറേഷൻ എങ്കിലും ഇല്ലാണ്ടാക്കിയാലേ ഗ്രേ സിമെൻറ്റ് ടെക്സ്ചർ പെയിൻറ്റിലേക്ക് എത്തും. കണ്ടില്ലേ? ആ രീതിയിലേക്ക് യൂസ് ചെയ്യാം. അതോട്ടിരിക്കട്ടെ. പിന്നെ എന്താ ഉള്ളത്, എനിക്കൊരു വാം ലൈറ്റിങ്ങാണ് വേണ്ടത്. ഞാൻ സീലിംഗ് ലൈറ്റിനെ ജസ്റ്റ് വാമാക്കി. ഈ സീലിംഗ് ലൈറ്റ് തന്നെ ഇവിടെ മിററിലേക്ക് കിടക്കണേ. കണ്ടോ, മെറ്റീരിയൽ സെയിം ആ സ്കെച്ചപ്പിനകത്ത്. ജസ്റ്റ് വാമിലേക്ക് പോവുക, ടെമ്പറേച്ചർ ഒന്ന് വാമാക്കാം. മൊത്തത്തിലൊരു മഞ്ഞ വെളിച്ചം വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട്
ഇപ്പോൾ ഈവൻ കണ്ട ഇവിടെ ഈ വലത്ത് ലൈറ്റ് ഉള്ളതുകൊണ്ട് അത് കത്തും, അത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെയൊക്കെ നമുക്ക് ഈ സാധനം ഇതിനെ എമിസി ഓൺ ചെയ്യുക. കറൻ്റ്ലി കസ്റ്റമാക്കിയിട്ട് എമിസി ഓക്കെ. അതിനെ നമുക്ക് വാം ഇടാം. ഇത് മിററാണ്, സെറ്റ് മെറ്റൽ പോളിഷ്ഡ് മെറ്റലിൽ മിററുണ്ട്. മിറർ ഓക്കെ. ഇതും ക്ലോത്ത് അല്ലേ, ഫാബ്രിക് ആയതുകൊണ്ട് ക്ലോത്ത്സ് ഇതിട്ട് കൊടുക്കുക. മെറ്റാലിക് കൂട്ടുക. ഇവിടെ ചെറിയൊരു ഇഷ്യൂ കാണുന്നുണ്ടെന്ന് പൈപ്പ് ലൈനർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതും പ്രശ്നമില്ല, അതങ്ങനെ റെഡിയായി. ഇനി നമ്മുടെ ലാമിനേറ്റ്, ഇത് ശരിക്കും വൈറ്റാണ്. നമുക്ക് ചെറിയ ക്രീമിലേക്ക് വേണമെങ്കിൽ പോവാം. ചെറിയൊരു ക്രീം കളറ്. റഫ്നെസ് ഒന്ന് കുറച്ച് കൊടുക്കുക. കുറച്ച് ഗ്ലാസ് പോലെ ഇരിക്കും, കുറച്ച് മതി. ഓക്കെ. പിന്നെ ഇതിൻ്റെ വേണമെങ്കിൽ സ്പെക്കുലാർ ഒന്ന് കൂട്ടിയ ലൈറ്റ് ഒന്നും കൂടെ റിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ ഇത് ബ്ലാക്ക് തന്നെ മതി, പ്യുവർ ബ്ലാക്ക്. സ്വിച്ച് കുറച്ചിട്ടേക്കാം. ഓക്കെ. ശരിക്കും ഈ സൈഡിലും കൂടെ നമുക്ക് ലൈനിൻ്റെ ഒരു ആവശ്യമുണ്ട്. കാരണം ഈ ഒരു ഗ്യാപ്പ് കാണാനായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്കെച്ചപ്പിൽ പോയിട്ട് അതിൻ്റെ കളർ ഇട്ട് കൊടുക്കാം. ചെറിയൊരു ടെക്നിക്കാണത്. എനിക്ക് ഈ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി കണ്ടോ, ഈ ഒരു ഫേസിൽ ഒരിക്കലും ബ്ലാക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലേ ആ ഗ്യാപ്പ് കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ബ്ലാക്ക് എടുത്തിട്ട് ഇവിടെ നമ്മൾ കാണുന്ന വശത്ത് ഇട്ട് കൊടുക്കാം. ഇരുന്നോട്ടെ, ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയല്ലേ. പിന്നെ ഇവിടെ ഓക്കെ മതിയാവും. നിന്ന് സിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കണ്ടോ, അപ്പോൾ കറക്റ്റ് ഞാൻ ഗ്യാപ്പ് ഫീൽ ചെയ്യും ഷട്ടറിൻ്റെ. ഇതിന് വേണമെങ്കിൽ എടുത്തിട്ട് പ്യുവർ ബ്ലാക്കിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് റെഡി. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ ഒരു ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ജസ്റ്റ് ലൈറ്റ് എടുക്കുക, സ്ട്രിപ്പ് ലൈറ്റ് എടുക്കുക, ഇട്ട് കൊടുക്കുക. അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിൻ്റെ സൈസ് പറഞ്ഞ പോലെ ഇങ്ങനെ മാറിപ്പോയി. ഇതിന് ഇങ്ങനെയല്ല ആവേണ്ടിയിരുന്നത്, അത് നീളം കൂടിയാൽ മതിയായിരുന്നു. ഞാൻ വലിച്ച് മാറിപ്പോയി. അതിൻ്റെ ഈ ഒരു സാധനം ഇത് കൂട്ടിയാൽ മതി. ഓക്കെ, ഇത് കൂട്ടാം, അത് കൂട്ടാം. ഈ രീതിക്ക് ഇതിപ്പോഴും എത്തിയിട്ടില്ല. റൂം സൈസ് ഉണ്ടല്ലോ ലൈറ്റ് അല്ലേ, കൂടി കിടന്നോട്ടെ. ഓക്കെ. ഇനി നമ്മൾക്ക് അത് അടിക്കണത് എങ്ങനെയാണെന്ന് നോക്കണം. ഇത് ഞാൻ പൊക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചാൽ മതി. എനിക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി. ഇനി അതിൻ്റെ കളറ് നേരത്തെ പറഞ്ഞ പോലെ വാം ടോണിലേക്ക് ഇടാം. കുറച്ചുകൂടി വാമായിട്ടിരുന്നോട്ടെ. ഒരു കോപ്പി എടുത്തിട്ട് നേരെ റൊട്ടേറ്റ് 90 ഡിഗ്രി റൊട്ടേറ്റ് മറ്റേ സൈഡിലേക്ക് നേരെ കൊണ്ടുവന്നിടാം. ഓക്കെ, അപ്പം അത് സെറ്റ്. രണ്ട് ഭാഗത്തും ലൈറ്റ് ഉണ്ട്. ഇവിടെ കുറച്ചുകൂടി താത്തി വെച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതും റെഡി. കണ്ടില്ലേ, ഓൾമോസ്റ്റ് റൂം റെൻഡറിങ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഷോട്ട് എടുക്കാവുന്നേ ഉള്ളൂ. ഈ കാണുന്ന റൂമിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ഇത് ക്വിക്ക് റെൻഡറിങ് സെറ്റപ്പ് എന്ന് പറയുന്ന പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. ടെക്സ്ചർ പെയിൻറ്റ് വേണമെങ്കിൽ ഗ്രീൻ സ്ക്രാച്ച് വാൾ പെയിൻറ്റ്, ടൈൽ നല്ലത് വേണമെങ്കിൽ പേൾ വൈറ്റ് മാർബിൾ ഉണ്ട്. പിന്നെ ഞാൻ ഉപയോഗിച്ച വുഡ് റെഡ് ടീക്കാണ്. റെഡ് ടീക്കിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്താണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. DFI അവൈലബിൾ ആണ്. ഇപ്പം ലാമിനേറ്റിൻ്റെ ഷെയ്ഡ്സ് മാറ്റി അതങ്ങനെ. പിന്നെ മോഡൽ ചെയ്യുമ്പോൾ ഇതുപോലെ ബ്ലാക്ക് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷട്ടറിൻ്റെ ഒക്കെ ഡീറ്റെയിൽ കിട്ടും. പിന്നെ ക്ലോത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ലൈറ്റിങ് സ്ട്രിപ്പ് ലൈറ്റ് ഇട്ടു. ബാക്ക് റൂമിനൊക്കെ ഒന്ന് ചെറിയ വാം ടോണിലേക്ക് എത്തിച്ചു. ഇനി ചെയ്യാനുള്ള പരിപാടി വാൾ പെയിൻ്റ് ആണ്. വാൾ പെയിൻറ്റിന് നമുക്ക് ചെറിയൊരു വാം ടോൺ, മോർണിംഗ് ഗ്ലോ എന്ന് പറയുന്ന പെയിൻറ്റിന് ചെറിയൊരു വാം ടോൺ ഉണ്ടാവും. അതിലേക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ഒരു കോസി ബെഡ്റൂം ലുക്കിലേക്ക് നമുക്ക് കൊണ്ടുവരാം. മനസ്സിലായില്ലേ? ഇതിന് ഇനിയും കൂട്ടണമെങ്കിലുള്ള പരിപാടി പറഞ്ഞ പോലെ എക്സ്പോഷറൊക്കെ കൺട്രോൾ ചെയ്യണം. പിന്നെ കോൺട്രാസ്റ്റ് ഷാഡോ അതൊക്കെ കൺട്രോൾ ചെയ്യണം. കോൺട്രാസ്റ്റ് ഒക്കെ വേണമെങ്കിൽ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കളറിലേക്ക് പോകും. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യുന്ന പോലത്തെ പരിപാടികൾ
റൂമിൻ്റെ വൈറ്റ് ബാലൻസ് വേണമെങ്കിൽ വാം മാറ്റാനൊക്കെ പറ്റും. അത് വേണ്ട, വാം ടോണിൽ തന്നെ കിടക്കട്ടെ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒന്നും കൂടി വൃത്തിയാവും. പക്ഷെ ഇപ്പം ഇത് ഒരു ഷോർട്ട് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 360 ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരാവശ്യമേ നമുക്കുള്ളൂ. ഓക്കെ. പിന്നെ കറക്റ്റ് കളറൊക്കെ വേണമെങ്കിൽ മാറ്റാം, മാറ്റിയിട്ടില്ല, വേണമെങ്കിൽ മാറ്റാം. പിന്നെ ഈ ഒരു ലാമ്പുകളൊക്കെ നമുക്ക് കത്തിക്കണമെങ്കിൽ കത്തിക്കായിരുന്നു, ഒന്നും ചെയ്തില്ല. വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഇതിനൊന്ന് റോസ് ഗോൾഡ് ഇടും. ഗോൾഡ് ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, റോസ് ഗോൾഡ്. ഓക്കെ, കത്തിച്ചില്ല, കത്തിച്ച് ഇവിടെ ലൈറ്റ് അടിക്കും ഭയങ്കരമായിട്ട്, അവിടെ കിടന്നോട്ടെ. ഇനി നമുക്ക് ഷോട്ട് എടുക്കണമെങ്കിൽ എന്താ പറയുക, ഒരു സീൻ ഞാൻ പറഞ്ഞത് ചുമ്മാ നല്ലൊരു ഷോട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ ക്യാമറയിൽ പോയിട്ട് ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ ഓൺ ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് ഒന്ന് കുറയ്ക്കാം. ഒരു നല്ല ഷോട്ടായിട്ട് കിട്ടുമോ എന്നറിയില്ല. എന്താണെങ്കിലും ഷോട്ട് വർത്തി ആയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ക്വിക്ക് റെൻഡറിങ് സെറ്റപ്പിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.